ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയാണ് ഇന്നലെ നമ്മൾ തുടങ്ങിയത്. സൂറത്തുൽ ഖിയാമയിലെ ആദ്യ ആയത്ത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് അന്ത്യനാളിനെ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ്. അന്ത്യനാളില്ല, പരലോകമില്ല, സ്വർഗമില്ല, നരകമില്ല എന്നൊക്കെയുള്ള ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകളോടും പരലോകത്തെക്കുറിച്ചൊക്കെ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകളോടുമൊക്കെ നിങ്ങളുടെ ധാരണകൾ ശരിയല്ല, അങ്ങനെയല്ല കാര്യം, അന്ത്യനാളിനെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ് ആദ്യത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ആയത്തിൻ്റെയും ഘടന അതുപോലെ തന്നെയാണ്. വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. തുടക്കത്തിലുള്ള വാവ് അത്ഫിൻ്റെ വാവാണ്. എന്നർത്ഥത്തിൽ, ഇംഗ്ലീഷിൽ ആൻഡ് എന്നെഴുതുന്നത് പോലെ. നമുക്കത് ഈ ആയത്ത് ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം, ആയത്തിൻ്റെ എല്ലാ പദങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ആ വാവിൻ്റെ അർത്ഥം ചേർത്ത് പറയാം. അപ്പോൾ വാവ്, ആ തുടക്കത്തിലുള്ള വാവ് എന്നർത്ഥത്തിൽ വന്നതാണ്. അത്ഫിൻ്റെ വാവ്, കൂട്ടിയോജിപ്പിക്കേണ്ട വാവ് നമുക്കതിനെ പറയാം. ലാ എന്നുള്ളത് നേരത്തെ ആദ്യത്തെ ആയത്തിൽ വന്നതുപോലെ തന്നെ, അതിന് ആദ്യത്തെ ആയത്ത് പറഞ്ഞ സമയത്ത് ആ തുടക്കത്തിലുള്ള ലാ എന്നുള്ളതിന് പല അർത്ഥങ്ങളും പല വിശദീകരണങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും, അത് ആവർത്തിക്കുന്നില്ല. ഉഖ്സിമു എന്നുള്ള വാക്കും ഒന്നാമത്തെ ആയത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ വിശദീകരിച്ചു. അഖ്സമ, സത്യം ചെയ്തു. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ ലാ ഉഖ്സിമു എന്നാണെങ്കിൽ ഒന്നുകിൽ ലാ, അങ്ങനെയല്ല, ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യുന്നില്ല. ഇങ്ങനെ പല അർത്ഥങ്ങളും വരാമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ ഇവിടെയും ബാധകമാണ്. ബിൻ നഫ്സിൽ ലവ്വാമ. ബിൻ നഫ്സി, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഇൽ, ഓട്, പല അർത്ഥങ്ങളുണ്ടല്ലോ. കൊണ്ട് എന്നുള്ള അർത്ഥമാണ് ഇന്നലെയും നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെയും അത് തന്നെയാണ്. ബി, കൊണ്ട്. എന്തുകൊണ്ട്? ബിൻ നഫ്സി, നഫ്സ് കൊണ്ട്. നഫ്സ് എന്നുള്ളതിന് പല അർത്ഥങ്ങളുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല അർത്ഥത്തിലും അത് വന്നിട്ടുണ്ട്. മൊത്തം ഒരു മനുഷ്യനെ ഒന്നിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി നഫ്സ് എന്ന് പറയാം, മനസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ടാവും, റൂഹ്, നഫ്സ് ഇവ തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മലക്കുകൾ മേലേക്ക് ഉയർത്തുന്നത് നഫ്സിനെയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു പരിശുദ്ധ ഖുർആൻ്റെ വെളിച്ചത്തിൽ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ നഫ്സേ എന്നാണ് വിളിക്കുന്നത്, റൂഹേ എന്നല്ല. അപ്പോൾ പലപ്പോഴും പാട്ടുകളിലും മറ്റൊക്കെ റൂഹിനെ പിടിക്കുന്ന മലക്ക് എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. പക്ഷേ റൂഹിനെ മേലേക്ക് ഉയർത്തുന്നു എന്നോ റൂഹിനെ പിടിക്കുന്നു എന്നോ ഒന്നും തന്നെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഈ നഫ്സ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ നഫ്സിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ഈ ഒരു ക്ലാസ്സിൻ്റെ, ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾക്ക് അത് കേൾക്കാവുന്നതാണ്. ശരി, ഇവിടെ ബിൻ നഫ്സി, നഫ്സ് കൊണ്ട്, മനസ്സ് കൊണ്ട്. ഇവിടെ മനസ്സ് എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. മനസ്സ് കൊണ്ട്, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, നഫ്സ് മനസ്സ്. ബിൻ നഫ്സി, മനസ്സ് കൊണ്ട്. എങ്ങനെയുള്ള മനസ്സാണ്? ബിൻ നഫ്സി ലവ്വാമത്തി, ലവ്വാമത്തായിട്ടുള്ള മനസ്സ്. ലവ്വാമത്ത്, ലാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി, വിമർശിച്ചു എന്നൊക്കെയാണ്. ലാമ യലൂമു ലൗം, ലായിം, കുറ്റപ്പെടുത്തുന്നവൻ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്. ലവ്വാം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, തുടർച്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ലവ്വാം, സീഗ മുബാലഗ എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ ഒന്നിച്ച് ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, ആ വാവ് അവിടെ നിർത്തിയിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ, വാവിൻ്റെ അർത്ഥം പറയാതെ അർത്ഥം പറയുകയാണെങ്കിൽ ലാ, അങ്ങനെയല്ല, ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്നാൽ വാവിൻ്റെ അർത്ഥം കൂടെ ചേർത്ത് പറയുമ്പോൾ
വിമർശിക്കുന്ന മനസ്സിനെ കൊണ്ടും, ആ കൊണ്ടും എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വാവ് വന്നത്. ആക്ഷേപകാരിയായ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ വാവ് ഇല്ലാതെ പറയുമ്പോൾ ലാ, അങ്ങനെയല്ല. ഉഖ്സിമു ബിൻ നഫ്സിൽ ലവാമ, വിമർശിക്കുന്ന മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വാവിൻ്റെ അർത്ഥം കൂടെ വെച്ച് പറയുമ്പോൾ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവാമ, അങ്ങനെയല്ല, ആക്ഷേപിക്കുന്ന വിമർശിക്കുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഖിയാമത്ത് നാളിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. ഇവിടെ പറയുമ്പോൾ ആക്ഷേപിക്കുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആ വാവ്. അതിനെക്കൊണ്ട് മാത്രമല്ല, ആദ്യം പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞ കാര്യത്തെ കൊണ്ട് മാത്രമല്ല, ഇതിനെക്കൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നോക്കാം. ഇവിടെ പറയുന്നത് അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണല്ലോ ആദ്യത്തെ 2 ആയത്തുകളിലും. ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് ഖിയാമത്ത് നാളിനെ കൊണ്ട്, അന്ത്യനാളിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്. അപ്പോൾ എല്ലാറ്റിനും ഒരു അന്ത്യമുണ്ട്, ഒരു അവസാനമുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ അത് മതി. എന്നാൽ ഇവിടെ പറയുന്നത് ആക്ഷേപകാരിയായ, കുറ്റപ്പെടുത്തുന്ന, വിമർശിക്കുന്ന മനസ്സിനെ കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ 3 തരം മനസ്സുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് നഫ്സുൻ അമ്മാറയാണ്, അതായത് ദുഷ്പ്രേരകമായ മനസ്സ് എന്ന് പറയും. ദുഷ്പ്രേരകമായ മനസ്സ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്, തെറ്റ് ചെയ്യണം എന്നാഗ്രഹിപ്പിക്കുന്ന മനസ്സ്. മറ്റൊന്ന് നഫ്സുൽ ലവ്വാമയാണ്, വിമർശിക്കുന്ന മനസ്സ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോയാൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ അത് വേണ്ടിയിരുന്നില്ല. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും പൈസ, സമ്പത്ത് എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ, ഒരു ദാനം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കൊടുത്താൽ മതിയായിരുന്നു, അത് വെറുതെ അയാളെ മടക്കി വിടേണ്ടിയിരുന്നില്ല, അത് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്ന മനസ്സ്. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്തു പോയല്ലോ, അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന രൂപത്തിലുള്ള മനസ്സ്. ഇത് ശരിക്കും നമ്മുടെ ഒരു മനസ്സാക്ഷിയാണല്ലേ. നമ്മൾ പറയാറില്ലേ ഒരു മനസ്സാക്ഷി കുത്തുണ്ടാവില്ലേന്ന്. എന്തൊക്കെ നീ പുറമേ വാദിച്ചാലും നിനക്കൊരു മനസ്സാക്ഷി കുത്തുണ്ടാവില്ലേന്ന് ചോദിക്കാറില്ലേ. എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി എപ്പോഴും നമ്മളോട് നമ്മൾ ചെയ്ത തെറ്റിനെ എതിർത്തുകൊണ്ടിരിക്കും. അങ്ങനെ വേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ മനസ്സാക്ഷിയെ അടിച്ചമർത്തിയിട്ട് സ്വയം ന്യായങ്ങൾ കണ്ടെത്തും. അവൻ ആദ്യം അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഞാനങ്ങനെ ചെയ്തത്, അങ്ങനെ അത് സംഭവിച്ചത് കൊണ്ടാണല്ലോ ഞാനത് ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ന്യായങ്ങൾ കണ്ടെത്തും നമ്മുടെ മനസ്സാക്ഷിയെ അടിച്ചമർത്തിയിട്ട്. ശരിക്ക് ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു അലാരമാണ്, ഒരു ഇൻറ്റേർണൽ അലാം എന്ന് പറയാം. നമ്മുടെ ഉള്ളിൽ നമുക്ക് താക്കീത് നൽകുന്ന, നമുക്ക് വാണിംഗ് നൽകുന്ന ഒരു അലാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്ന മനസ്സ്. എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നോക്ക്, നീ ആ ചെയ്തത് തെറ്റായിപ്പോയി, അത് ചെയ്യേണ്ടിയിരുന്നില്ല കേട്ടോ എന്ന് നമുക്കിങ്ങനെ വാണിംഗ് തന്നുകൊണ്ടിരിക്കുക, അലാരം അടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ആ അലാരം അങ്ങോട്ട് ഓഫാക്കിയിട്ട് വീണ്ടും നമ്മൾ ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷേ അലാരം തരുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. അതാണ് നഫ്സുൽ ലവ്വാമ, വിമർശിക്കുന്ന മനസ്സ്, ആക്ഷേപിക്കുന്ന മനസ്സ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്. ഇനി മറ്റൊരു മനസ്സിനെക്കുറിച്ച് കൂടി ഖുർആൻ പറയുന്നുണ്ട്, നഫ്സുൻ മുത്മഇന്ന, പ്രശാന്തമായ മനസ്സ്. അതായത് തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കുന്നതിലും നല്ല മാർഗത്തിൽ സഞ്ചരിക്കുന്നതിലുമൊക്കെ ഒരു സംതൃപ്തി അനുഭവിക്കുന്ന മനസ്സ്. ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിക്ക് വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ ആളുകൾക്ക് ഈ പറഞ്ഞ ഏത് മനസ്സും ആവാം. ഒരേ ആൾക്ക് തന്നെ ഇതിൽപ്പെട്ട മനസ്സുകൾ വരാം. ഒന്നിലധികം സന്ദർഭങ്ങളിൽ പല രൂപത്തിലുള്ള മനസ്സുകൾ വരാം. അപ്പോൾ ഒരു മനുഷ്യന് എപ്പോഴും ആ മനുഷ്യനൊരു ആക്ഷേപകാരിയായിട്ടുള്ള, വിമർശിക്കുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ വെച്ചുകൊണ്ടാണ് ഇവിടെ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. നഫ്സുൽ ലവ്വാമയെ വെച്ചുകൊണ്ട്, വിമർശിക്കുന്ന മനസ്സിനെ വെച്ചിട്ട്. അത് ചില ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ നാളെ പരലോകത്ത് സംഭവിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് വെച്ച് ആ മനസ്സ് നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ജീവിക്കേണ്ടിയിരുന്നില്ല ഭൂമിയിൽ വെച്ച്, ഈ ഒരു അനുഭവം എനിക്ക് ഇവിടെ ഇങ്ങനെ വരാനുള്ള കാരണം ഞാൻ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണല്ലോ, അങ്ങനെ ആവേണ്ടിയിരുന്നില്ല എന്ന് അവിടെ വിമർശിച്ചു കൊണ്ടിരിക്കും. പക്ഷേ കൂടുതൽ മുഫ്സിറുകളും അവിടെ മാത്രമല്ല, അവിടെ വിമർശിക്കുന്നുള്ളത് ശരിയാണ്, ഇവിടെയും ആക്ഷേപകാരിയായ മനസ്സുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാറ്റിനെയും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിമർശിക്കുന്ന മനസ്സിനെ വെച്ചുകൊണ്ട്, മനസ്സാക്ഷിയെ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം?
മനസ്സാക്ഷി ഒരിക്കലും കളവ് പറയുന്നില്ലല്ലോ. ആ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു പരലോകം വേണം. ഏത് മനുഷ്യൻ്റെ മനസ്സാണ് അത് ആഗ്രഹിക്കാത്തത്? പരലോകമില്ല എന്ന് പറയുന്ന, ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ മരിച്ചങ്ങ് പോവേച്ചുള്ളൂ, പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഈ ഭൂലോകത്ത് സംഭവിച്ചത് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്, പലപ്പോഴും കേൾക്കാറുണ്ട്. വളരെ ദാരുണമായ ചില അപകടങ്ങളും ചില പ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്ന സമയത്ത്, ചില ആളുകളുടെ മക്കൾക്ക് ചില പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ പറയാറുണ്ട്, ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ എൻ്റെ മകളോട് ചെയ്തുവെങ്കിൽ നാളെ ഇതിനൊരു നീതിയുടെ കോടതി വേണം, ഇതിനൊരു നീതിയുടെ കോടതി വേണം. ഈ ലോകത്ത് വെച്ച് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. എൻ്റെ മോളോട് തെറ്റ് ചെയ്ത, എൻ്റെ മോളോട് ഇത്രയധികം ക്രൂരത ചെയ്ത ഒരുത്തനോട് ഈ ലോകത്തുള്ള കോടതി നീതി തന്നിട്ടില്ല എങ്കിൽ നാളെ അതിനൊരു കോടതി വേണം, കിട്ടും, ഞങ്ങൾക്കതിൻ്റെ നീതി കിട്ടും, ദൈവം ഞങ്ങൾക്കതിൻ്റെ നീതി തരും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പരലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പോലും ചില നിർണായക ഘട്ടത്തിൽ അങ്ങനെ ഒരു പരലോകം വേണം എന്ന് മനസ്സാക്ഷി പറയിപ്പിക്കും. കാരണം ഈ ലോകത്ത് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും കൃത്യമായിട്ട് ശിക്ഷ ലഭിക്കുന്നില്ല. എല്ലാറ്റിനും കൃത്യമായിട്ട് നീതിപൂർവമായ ഒരു പരിഹാരം വേണമെങ്കിൽ, നീതിപൂർവമായ നമുക്കൊരു റിസൾട്ട് വേണമെങ്കിൽ, പ്രതിഫലം വേണമെങ്കിൽ അതിനൊരു പരലോകം കൂടിയേ തീരൂ. മനസ്സാക്ഷി അത് അംഗീകരിക്കുന്നു. ഏതൊരു മനുഷ്യൻ്റെ മനസ്സാക്ഷിയും നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പരലോകം വേണമെന്ന് ഏതൊരു മനസ്സാക്ഷിയും അംഗീകരിക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ വെച്ചൊരു പക്ഷേ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ കഴിവ് കൊണ്ടോ ഒക്കെ അദ്ദേഹത്തിന് മൊഴികൾ മാറ്റാൻ ആളുകളുണ്ടാവും. അദ്ദേഹത്തിന് ഈ ലോകത്ത് വെച്ച് രക്ഷപ്പെടാം. എല്ലാ തെറ്റുകൾ ചെയ്തിട്ടും തെറ്റുകൾ ചെയ്തില്ല എന്നുള്ള ലേബലും കിട്ടാം. അതേസമയം യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളെ പ്രതിയാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഈ ലോകത്ത് വെച്ച് സംഭവിക്കാം. മാത്രമല്ല, ഈ ലോകത്ത് ഒരു തെറ്റ് ചെയ്ത ആൾക്ക് ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾക്കും കൂടുതൽ അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ ഒരു 100 ആളെ കൊന്നവനെ 100 പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ ഈ ലോകത്ത് കഴിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായ ശിക്ഷ ലഭിക്കണമെങ്കിൽ, കൃത്യമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ, ഇനി നന്മ ചെയ്തവർക്ക് കൃത്യമായ കൂലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരലോകം കൂടിയേ തീരൂ. ഇപ്പോൾ പലപ്പോഴും ഈ ലോകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇവിടെ എന്തെങ്കിലും കൂലി കിട്ടിയിട്ടല്ല. ഇവിടെ നമ്മൾ ഓരോ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ എന്തെങ്കിലും കൂലി കിട്ടിയിട്ടല്ല. ഒരു പരലോകത്ത് അത് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പരലോകം എന്നുള്ള ഒരു ആവശ്യം, ആ ഒരു ബോധം, അത് ഏതൊരു മനസാക്ഷിയും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ മനസാക്ഷിയെ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുന്നു, വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. വിമർശിക്കുന്ന മനസ്സ്, നിങ്ങളുടെ മനസാക്ഷി, ആ വിമർശിക്കുന്ന മനസ്സിനെ വെച്ചുകൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. അവിടെ ലാ എന്നുള്ള നീട്ടിൽ ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ നീട്ടലിന് ശേഷം ഹംസ വന്നു. രണ്ടും വ്യത്യസ്ത പദങ്ങളിലാണ്. മദ് മുൻഫസിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഏറ്റവും ചുരുങ്ങിയത് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം, 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാം. അപ്പോൾ വലാ ഉഖ്സിമു, ഉഖ്സിമു എന്നുള്ളിടത്ത് ഖാഫിൻ്റെ സുക്കൂനും ഇന്നലെ സൂചിപ്പിച്ചു. അവിടെ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ആ അക്ഷരം ഉഖ്സിമു, ഖ് എന്നുള്ളത് എടുത്ത് പറയണം. ബിൻ നഫ്സി, നൂനിന് ഷദ് വന്നു, മണിക്കണം. പരിശുദ്ധ ഖുർആനിൽ എവിടെയും നൂനിനോ മീമിനോ ഷദ് കണ്ടു കഴിഞ്ഞാൽ അവിടെ മണിക്കണം, അതാണ് നിയമം. ബിൻ നഫ്സി. ലവ്വാമത്തി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു താ വന്നു. അത് ഇന്നലെ നമ്മൾ പറഞ്ഞ ഖിയാമത്തി എന്ന് പറഞ്ഞതിൻ്റെ അവസാനത്തിൽ പറഞ്ഞ പോലെ തന്നെ ലവ്വാമത്തി എന്നുള്ളിടത്തും ആ താഇനെ സുക്കൂനുള്ള ഹ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ഹ് എന്നുള്ള ശബ്ദം കൊടുക്കുക ചെറിയ രൂപത്തിൽ. അപ്പോൾ ലവ്വാമഹ് എന്നേ പറയുള്ളൂ, ലവ്വാമത്ത് എന്ന് പറയൂല. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഉഖ്സിമു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അഖ്സമ യുഖ്സിമു ഉഖ്സിമു എങ്ങനെയാണ് വന്നെന്നുള്ളത്. അഖ്സമ എന്നുള്ളത് മാളിയായിട്ടുള്ള പദമാണ്. അതിനെ മുളാരിയാക്കാം, അതിന് തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ മാറ്റും. ഇപ്പം കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്, അത് മാളിയായിട്ടുള്ള പദം. ഞാൻ എഴുതും, അവൻ എഴുതും, അല്ലെങ്കിൽ നീ എഴുതും, ഞങ്ങൾ എഴുതും എന്നൊക്കെയുള്ളതാണ് മുളാരിയായിട്ടുള്ള പദം. മുളാരി എന്ന് പറയുമ്പോൾ ഭാവി മാത്രമല്ല വർത്തമാനം ആവാം. ഞങ്ങൾ എഴുതുന്നു, അവൻ എഴുതുന്നു, നീ എഴുതുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ മുളാരിയാണ്. അപ്പോൾ കതബ അവൻ എഴുതി, യക്തുബു അവൻ എഴുതുന്നു അല്ലെങ്കിൽ അവൻ എഴുതും, അക്തുബു ഞാൻ എഴുതും ഞാൻ എഴുതുന്നു, നെക്തുബു ഞങ്ങൾ എഴുതും ഞങ്ങൾ എഴുതുന്നു, തെക്തുബു നീ എഴുതും നീ എഴുതുന്നു. ഇവിടെ തുടക്കത്തിൽ വന്ന അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ ഹംസയുണ്ട്, നൂനുണ്ട്, യാ ഉണ്ട്, ത ഉണ്ട്. ഈ 4 അക്ഷരങ്ങളാണ് വരിക. നമ്മളതിനെ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ച സമയത്ത് ഇടയ്ക്കിടെ സൂചിപ്പിച്ചിരുന്നു. അനിയത്തി എന്നൊരു പദം ഓർത്താൽ ഏതൊക്കെയാണ് തുടക്കത്തിൽ ഉപയോഗിക്കേണ്ട പദങ്ങളെന്ന് കിട്ടും. ഹംസ, നൂന്, യാ, ത. അത് ഓർക്കാനുള്ള മാർഗ്ഗമാണ് അനിയത്തി എന്ന് ഓർക്കൽ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അഖ്സമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ അതിനെ മുളാരിയാക്കുമ്പോൾ അഖ്സമ യുഖ്സിമു. യുഖ്സിമു എന്നുള്ളത് ഉഖ്സിമു ആവാം, തുഖ്സിമു ആവാം, നുഖ്സിമു ആവാം. ഇവിടെ ഉഖ്സിമു ആണ്. ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു. പിന്നെ ബിൻ നഫ്സി, നഫ്സ് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബി വന്നാൽ ആ നഫ്സ് എന്നുള്ളതിന് ജെറ് കിട്ടണം. ബി എന്നുള്ളതിനെ ഹർഫ് ജെറ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടണം. എന്താണ് ഈ ജെറ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പറയാം, സാധാരണഗതിയിൽ കെസർ കൊണ്ടാണ് ആ അവസ്ഥയെ സൂചിപ്പിക്കുക. എപ്പോഴും കെസർ കൊണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ നഫ്സ് എന്നുള്ളതിന് അതിൻ്റെ മുമ്പിൽ ബി വന്നപ്പോൾ നഫ്സി എന്നായിട്ട് മാറി, അല്ലെങ്കിൽ നഫ്സു എന്നാണ് പറയാം. ബി വരാതെ മറ്റെന്തെങ്കിലുമാണ് വന്നിരിക്കണമെങ്കിൽ അൻ നഫ്സു എന്ന് പറയും. ബി വന്നതുകൊണ്ട് ബി മാത്രമല്ല, ഹർഫ് ജറുകൾ പലതും ഉണ്ട്. ഇല, ഫി, അല, അൻ, ബി, അങ്ങനെ പല പദങ്ങളും ഉണ്ട് ഹർഫ് ജറുകളായിട്ട്. ഈ ഹർഫ് ജറുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. അതുകൊണ്ടാണ് ബിൻ നഫ്സി എന്ന് പറഞ്ഞത്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ബിസ്മി, ഇസ്മുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബി വരുമ്പോൾ ബിസ്മു എന്നല്ല ബിസ്മി എന്നാണ് പറയാം. ഇന്നലെ അതേപോലെ തന്നെ ബി യൗമി എന്ന് പറഞ്ഞു, ബി യൗമിൽ ഖിയാമ, ബി യൗമി എന്ന് പറഞ്ഞു. ഇവിടെ ബിൻ നഫ്സി. ഇനി ആ നഫ്സിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ലവ്വാമ. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. അതുകൊണ്ടാണ് അൻ നഫ്സി എന്നെഴുതി അതേപോലെ തന്നെ അൽ ലവ്വാമത്തി എന്നെഴുതിയത്. അങ്ങനെ നഫ്സ് എന്നുള്ളതിന് നഫ്സു എന്നായിരുന്നുവെങ്കിൽ നഫ്സുൽ ലവ്വാമത്തു എന്നാണ് പറയാം. അപ്പോൾ അൻ നഫ്സി അൽ ലവ്വാമത്തി, രണ്ടും ഒരേ രൂപം. എന്താ ഈ രണ്ടും ഒരേ രൂപം എന്ന് പറഞ്ഞാൽ, നഫ്സ് എന്നുള്ളതിന് ജറാണ്, ലവ്വാമത്തിൻ്റെ അവസാനത്തിലും കെസറിട്ട് അതും ജറാണ്. നഫ്സിൻ്റെ തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്, ലവ്വാമത്തിൻ്റെ തുടക്കത്തിലും അലിഫ്ലാമുണ്ട്. അപ്പോൾ രണ്ടും ഒരേ രൂപത്തിലാണ്. അത് ഒന്നും മറ്റൊന്നിനെ വിശേഷിപ്പിക്കുകയാണ്, നഅത്താണ്. അപ്പോൾ അൻ നഫ്സിൽ ലവ്വാമത്തി, സിഫത്ത് അല്ലെങ്കിൽ നഅത്ത് എന്നൊക്കെ പറയാം. ആക്ഷേപകാരിയായ മനസ്സ്, ആക്ഷേപിക്കുന്നതായ മനസ്സ്, കുറ്റപ്പെടുത്തുന്നതായ മനസ്സ്, വിമർശിക്കുന്നതായ മനസ്സ്, ആ മനസ്സിനെ വിശേഷിപ്പിക്കുകയാണ് ലവ്വാമത്ത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. ഇത്രയുമാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.